ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു മോട്ടോർ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു 6 പോൾ 2 വേ സ്ലൈഡ് സ്വിച്ചാണ്. ഈ ടൈപ്പ് സ്വിച്ച് വളരെ ചീപ്പായിട്ട് കിട്ടും. ഒരു 10 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് വെരി ഹൈ കറണ്ടിൽ റൺ ചെയ്യുന്ന മോട്ടോറിൻ്റെ ഒന്നും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയ 6 വോൾട്ടോ 12 വോൾട്ടോ അല്ലെങ്കിൽ 24 വോൾട്ടിൽ വളരെ കുറച്ച് കറണ്ട്, മാക്സിമം ഒരു 3 ആംപിയറോ 2 ആംപിയറോ ഫ്ലോ ചെയ്യുന്ന ഒരു മോട്ടോറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററോ കപ്പാസിറ്ററോ റെസിസ്റ്ററോ ഒന്നും വേണ്ട. നമ്മൾ ഒരൊറ്റ സ്വിച്ചിൽ തന്നെ സ്വിച്ചിൻ്റെ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. അതായത് നമ്മൾ 6 പോൾ ഈ 2 വേ സ്വിച്ച് ഒരു സൈഡിലോട്ട് ചരിക്കുമ്പം സ്ലൈഡ് ചെയ്യുമ്പം മോട്ടോർ ഒരു ഡയറക്ഷനിൽ കറങ്ങും, മറ്റേ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പം മോട്ടോർ മറ്റേ ഡയറക്ഷനിൽ കറങ്ങും. മാത്രമല്ല ഇത് മാനുവലായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഇത് ഡയറക്ഷൻ ചേഞ്ച് ആവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്ത്, അതായത് പൾസസ് കൊടുത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സർക്യൂട്ട് എന്ന് വെച്ചാൽ എച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്ന സർക്യൂട്ട്. ആ എച്ച് ബ്രിഡ്ജ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വെരി ഹൈ കറണ്ടിൽ റൺ ചെയ്യുന്ന മോട്ടോറിനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എച്ച് ബ്രിഡ്ജ് ഉപയോഗിച്ച്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ ഇടാം, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ സർക്യൂട്ടും എല്ലാം ഇടാം. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സർക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, വയറിംഗ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഈ വയറിംഗ് എന്ന് വെച്ചാൽ സ്കൂൾ പ്രൊജക്ട്സിനോ സയൻസ് ഫെയർ പ്രൊജക്റ്റിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ സർക്യൂട്ടുകളിലൊക്കെ യൂസ് ചെയ്യുമ്പം ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എച്ച് ബ്രിഡ്ജ് വേണം യൂസ് ചെയ്യാൻ. ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ്. അതിനകത്ത് വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമല്ല. ആകെ 6 കണക്ഷനുണ്ട്. 6 കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 കണക്ഷനുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് മോട്ടോറെ കൊടുക്കണോണ്ടാണ് മോട്ടോറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് 2 LED കണക്ട് ചെയ്താൽ ആ LED അങ്ങോട്ടും ഇങ്ങോട്ടും കത്തും, ചാടി കത്തും. ഈ സ്ലൈഡ് സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യണനുസരിച്ച്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു DC മോട്ടോറിൻ്റെ പൊളാരിറ്റിയാണ് ഇതുപയോഗിച്ച് ചേഞ്ച് ചെയ്യണത്. അത് ഓരോ തവണ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴും അതിൻ്റെ പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട ഏതൊരു സർക്യൂട്ടിനും നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് പിടിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. വയറിംഗ് ഡയഗ്രാം വളരെ സിമ്പിളാണ് കേട്ടോ, ഒന്നുമില്ല. കാരണം 3-4 വയർ മാത്രമേ ഉള്ളൂ. പിന്നെ ഔട്ട്പുട്ടിലേക്ക് 2 വയർ, അത് ഇൻപുട്ട് 2 വയർ, ഔട്ട്പുട്ട് 2 വയർ. പിന്നെ ഇതിനകത്തുള്ള സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനായിട്ട് കൊച്ചു 2 വയർ, അത്രേ ഉള്ളൂ. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഗിയേർഡ് മോട്ടറാണ്. ഇതൊരു 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 5 RPM ഉള്ള ഒരു ഗിയേർഡ് മോട്ടറാണ്. പ്ലാസ്റ്റിക് ഗിയറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഒരുപാട് കറണ്ടൊന്നും എടുക്കില്ല. മാക്സിമം 750 മില്ലി ആംപിയർ മാത്രമേ ഈ ഒരു ഗിയേർഡ് മോട്ടർ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിത് സേഫായിട്ട് ഈ ഒരു സ്ലൈഡ് സ്വിച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മോട്ടോറിന് പൊളാരിറ്റി ഉള്ള മോട്ടറൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. പൊളാരിറ്റി ഉള്ള മോട്ടറിന് ചില മോട്ടറുണ്ട്, അതിനകത്ത് അവർ ഇൻറ്റേർണലി ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ടാവും. കാരണം വെച്ചാൽ പൊളാരിറ്റി മാറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്തോ പറ്റുമെന്ന് വെച്ചാൽ പോസിറ്റീവ് കൊടുക്കേണ്ടടുത്ത് നെഗറ്റീവ് കൊടുക്കേണ്ട പോസിറ്റീവ് കൊടുത്താൽ അത് കറങ്ങില്ല, ഒരു ഡയറക്ഷനിൽ മാത്രമേ കറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മോട്ടർ ഇവിടത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ അല്ലാത്ത ഇതേപോലത്തെ മോട്ടറൊക്കെ ആണെങ്കിൽ അങ്ങനെ ഡയറക്ഷനൊന്നുമില്ല, എങ്ങോട്ട് പ്ലസ് മൈനസ് എങ്ങോട്ട് കൊടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കോളൂ. അതുകൊണ്ട് പൊളാരിറ്റി നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ സർക്യൂട്ടും കൂടെ ഒന്ന് നോക്കാമേ. ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. 12 വോൾട്ട് ഗ്രൗണ്ട്, പിന്നെ 6 പോൾ 2 വേ സ്വിച്ച്. സെൻറ്ററിൽ നിന്നാണ് മോട്ടറിലോട്ട് കണക്ഷൻ പോണത്. പിന്നെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻപുട്ട് പിടിച്ച് കണക്ട് ചെയ്തേക്കണം ഓരോ എൻഡിലും. അങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്. വളരെ സിമ്പിൾ സർക്യൂട്ടാണ്, ഒന്നുമില്ല ഇതിനകത്ത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കാൻ മടിക്കേണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള റീസണും കൂടെ പറഞ്ഞു തന്നാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ തെറ്റുകൾ എനിക്ക് തന്നെ മനസ്സിലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് മോട്ടർ കറങ്ങണ കാണാമല്ലോ, ലെഫ്റ്റ് സൈഡിലോട്ടാണ് മോട്ടർ കറങ്ങുന്നത്. ഇനി ഞാൻ സ്ലൈഡ് സ്വിച്ച് ലെഫ്റ്റിലോട്ട് നീക്കുമ്പോൾ കണ്ട ഷാഫ്റ്റ് റൈറ്റിലോട്ട് കറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്. വളരെ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടോ ഒന്നുമില്ല. വെറും ഒരു സ്ലൈഡ് സ്വിച്ച് ഉപയോഗിച്ച് അതിൻ്റെ മോട്ടോറിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഈ സ്ലൈഡ് സ്വിച്ചിന് ഇത്തിരി ക്വാളിറ്റിയുള്ള സ്ലൈഡ് സ്വിച്ച് ഇടണേ. ഇല്ലെങ്കിൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ സ്പാർക്ക് വരാൻ സാധ്യതയുണ്ട്. സ്പാർക്ക് വരണമെന്ന് വെച്ചാൽ ഈ മോട്ടറിൽ സ്പാർക്കൊന്നും വരില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് മാറ്റിയതാണ്. പിന്നെ ഞാൻ LG 775 മോട്ടറൊക്കെ ഇല്ലേ, അപ്പോൾ അതേപോലത്തെ ഹൈ ആംപിയർ, ഇത് 3 ആംപിയർ എടുക്കുന്ന ഒരു മോട്ടറാണത്. 3-4 ആംപിയറോളം 3 ആംപിയർ എടുക്കുന്ന മോട്ടർ. അപ്പോൾ അതിനകത്തൊക്കെ ഈ സ്ലൈഡ് സ്വിച്ച് ഉപയോഗിച്ചപ്പോൾ ചെറിയ സ്പാർക്ക് ഒന്ന് വർക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ സ്പാർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ലൈഡ് സ്വിച്ച് യൂസ് ചെയ്യണം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.
ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.